ഹായ് നമസ്കാരം. RCB vs മുംബൈ എന്ത് മാച്ചാണ് ഇത്, ഒരു രക്ഷയില്ല. നെയിൽ ബൈറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് നെയിൽ ബൈറ്റർ. RCB മൈ മാൻ എ കംപ്ലീറ്റ് ടീമാണെന്ന് അംഗീകരിച്ച് തന്നിരിക്കുന്നത്. എന്തൊക്കെയോ സ്ഥലങ്ങൾ ടെസ്റ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു. ഒന്നുമില്ല, എ കംപ്ലീറ്റ് ടീം അംഗീകരിച്ച് എഴുതി തന്നിരിക്കുന്നു RCB. 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2015 ശേഷം ആദ്യമായിട്ട് RCB വാങ്കഡയിൽ ഒരു മാച്ച് ജയിച്ചിരിക്കുകയാണ്. 2008 ശേഷം 17 വർഷങ്ങൾക്ക് ശേഷം ചെന്നൈയിൽ ജയിച്ചു. ഇതേ ഇപ്പം വാങ്കഡയിലും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് RCB. ഒന്നും പറയാനില്ല, ഒരു കംപ്ലീറ്റ് പെർഫോമൻസ്, അബ്സല്യൂട്ട് ക്യാപ്റ്റൻസി ബൈ രജത് പട്ടീദർ. സമ്മതിച്ചു കൊടുത്തേ പറ്റും. അവസാനത്തെ 5 ഓവർ പ്രത്യേകിച്ച് മുംബൈ ബാറ്റ് ചെയ്തപ്പോൾ ആ 14, 15, 16 ഓവറൊക്കെ ആയപ്പോഴത്തേക്ക് കളി കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയ ഒരു സമയമുണ്ട്. അപ്പോഴും രജത് പട്ടീദർ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ വളരെ കാമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്തത്. പുള്ളിക്കറിയായിരുന്നു എവിടെങ്കിലും ഇട്ട് പിടിക്കും, എവിടെങ്കിലും കിട്ടും എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ക്യാപ്റ്റനൊക്കെ സംഭവം കൈവിട്ട് പോകുന്നത്, കിളി പോകുന്നത്. അങ്ങനെ കിളി പോവാതെ നല്ല കാമായിട്ട് നിന്നിട്ട് കളി ജയിച്ചു. അതിന് ബോളേഴ്സ് സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഫീൽഡേഴ്സ് സപ്പോർട്ട് ചെയ്തു. ക്യാച്ചൊന്നും മിസ് ചെയ്തില്ല. അബ്സല്യൂട്ട് പെർഫോമൻസ് ബൈ RCB, ഒന്നും പറയാനില്ല. RCBയുടെ വിജയത്തിൻ്റെ ഇടയ്ക്ക് ഒരാളെ കയറി നിന്നുള്ളൂ, അത് ഹർദിക് പാണ്ഡ്യയാണ്. തിലക് വർമ്മ പെർഫോം ചെയ്തു, പക്ഷേ ഹർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് ഇല്ലെങ്കിൽ തിലക് വർമ്മയ്ക്ക് ഒറ്റയ്ക്ക് എത്തിക്കാൻ പറ്റില്ല ഇവിടെ വരെ. ഹർദിക് പാണ്ഡ്യ വാട്ട് എ ഷോ മാൻ. എന്താണ് ഒരു കളിയെ എടുത്തുകൊണ്ടങ്ങ് പോയി. ഞാൻ വിചാരിച്ചു എന്ത് ബാറ്റിംഗ് ആണ്. ആ ഒരു സമയത്ത് കളിയെ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്ത് കളി ജയിപ്പിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഈ RCBയുടെ ആ ഒരു കാംനെസ് ഉണ്ടല്ലോ, ക്യാപ്റ്റൻ്റെയും ആ പ്ലെയേഴ്സിൻ്റെയും കാണിച്ച ഒരു കാംനെസ്, അവിടെയാണ് മുംബൈ പരാജയപ്പെട്ടത്. പക്ഷേ ഹർദിക് പാണ്ഡ്യയ്ക്ക് ഒരു അബ്സല്യൂട്ട് സല്യൂട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു രക്ഷയില്ല. എന്ത് പ്ലെയറാണ് മാൻ. അടിച്ചടിയൊക്കെ വെറും കാട്ടടിയല്ല, നന്നായിട്ട് നോക്കി. ഓഫ് സൈഡിൽ അടിച്ചു, ലെഗ് സൈഡിൽ അടിച്ചു. എങ്ങനെ വന്നാലും അതിനനുസരിച്ച് അടിക്കണം. ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യുന്നു. ക്ലാസ് ബാറ്റിംഗ് ബൈ ഹർദിക് പാണ്ഡ്യ. അതിൻ്റെ ഇടയ്ക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. RCB ജയിച്ചെന്നുണ്ടെങ്കിൽ പോലും എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് 5 ഓവർ ഹേസൽവുഡിന് അടി കൊണ്ടിട്ടും അവർ കാമായിട്ട് നിന്നതും, ഹേസൽവുഡിനെ വീണ്ടും യൂസ് ചെയ്തത്, ഭുവനേശ്വർ കുമാറിനെ യൂസ് ചെയ്ത് ലാസ്റ്റ് ഓവർ കുണാൽ പാണ്ഡ്യയ്ക്ക് കൊടുത്ത ആ ഒരു കോൺഫിഡൻസ്, അതാണ് ഒരു മികച്ച ക്യാപ്റ്റൻ ലക്ഷണം. ധോണിയൊക്കെ 2007 പോയിട്ട് വേൾഡ് കപ്പ് പഠിക്കുന്ന സമയത്ത് അവസാനത്തെ ഓവർ ആ ജോഗീന്ദർ ശർമ്മയ്ക്ക് കൊടുക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം നല്ല സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനെ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റൂ. രജത് പട്ടീദർ നല്ല സൂപ്പർ ക്യാപ്റ്റനാണ്. ഇപ്പോൾ പറയാം, ആ ഒരു കോൺഫിഡൻസ് ആ സമയത്ത് കൊടുക്കാനുള്ള ബോളേഴ്സിന് അങ്ങോട്ട് എന്താ പറയുക, എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഒരു നല്ല ക്യാപ്റ്റനെ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ മാച്ച് തോറ്റതിന് ശേഷം എങ്ങനെയായിരിക്കും രജത് പട്ടീദർ ഈ മാച്ച് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, സൂപ്പർ. ഇനി മുംബൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യയ്ക്ക് പാളിയ 1-2 സ്ഥലങ്ങളുണ്ട് ബോൾ ചെയ്തപ്പോൾ. അതായത് നമ്മുടെ വിഘ്നേഷ് പുത്തൂർ ഓരോ ഓവർ എറിഞ്ഞുള്ള ഒരു വിക്കറ്റ് ഇട്ടു, പിന്നെ വിഘ്നേഷ് പുത്തൂറിനെ യൂസ് ചെയ്തതേ ഇല്ല. അതേസമയം രജത് പട്ടീദർ സുരേഷ് ശർമ്മ യൂസ് ചെയ്ത വിധം നോക്കി. ആ ഒരു ലെഗ് സ്പിന്നർ, ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നറാണ്. ആ ലെഗ് സ്പിന്നറിനെ അവർ മിഡിൽ ഓവേഴ്സിന് നന്നായിട്ട് ഭംഗിയായിട്ട് യൂസ് ചെയ്തു. പക്ഷേ വിഘ്നേഷ് പുത്തൂറിനെ അവിടെ യൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഹർദിക് പാണ്ഡ്യയ്ക്ക് ഉണ്ടായില്ല. ബാക്കി പേസ് ബോളേഴ്സിനെല്ലാം അടികൊണ്ടു. എന്നിട്ട് പോലും വിഘ്നേഷ് പുത്തൂറിനെ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ 1, 2, 3 ഓവേഴ്സും കൂടെ കൊടുക്കായിരുന്നു. ഒരു പക്ഷേ ബാക്കിയുള്ളവരെ അടിച്ച പോലെ തന്നെ 10 റണ്ണോ 11 റണ്ണോ വെച്ച് അടിച്ചേനെ, പക്ഷേ വിക്കറ്റ് എടുത്തേനെ. കാരണം കഴിഞ്ഞ കളിയിലും വിക്കറ്റ് എടുത്ത് കൊടുത്തൊരു ബോളറാണ്. ഈ കളിയിലും കൊടുത്ത ഓരോ ഓവറിലൊരു വിക്കറ്റ് എടുത്തു. എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല എന്നുള്ളത് മനസ്സിലായില്ല. അതൊരു വലിയൊരു മിസ്സായിരുന്നു. 1, 2 വിക്കറ്റ് അവിടെ എടുക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ RCB പിടിക്കാനായിട്ട് പറ്റിയനെ. ആ ഒരു സംഭവം ഹർദിക് പാണ്ഡ്യ തീർച്ചയായിട്ടും മിസ് ചെയ്തു. ഇനി RCBയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സോൾട്ടിൻ്റെ വിക്കറ്റ് പോയതിന് ശേഷം ആ ഒരു ക്യാരക്ടർ കളഞ്ഞില്ല. ആ ഒരു ബാറ്റിംഗ് ലൈനപ്പ് അടിച്ചുകൊണ്ടിരുന്നു. വിരാട് കോഹ്ലി ആ ജസ്പ്രീത് ബുംറയൊക്കെ പിടിച്ച് അടിച്ച ഒരു 6 അങ്ങോട്ട് കാണിച്ചു കൊടുത്തത്. ഇങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് വിരാട് കോഹ്ലി കാണിച്ചു കൊടുത്തു. ബാക്കി വന്ന ഓരോരുത്തരും അങ്ങോട്ട് അടിച്ചു. അത് ക്യാപ്റ്റൻ മാൻ രജത് പട്ടീദർ എന്ത് ബാറ്റിംഗ് ആണ്. പിക്കപ്പ് ഷോട്ടൊക്കെ അടിക്കുന്ന അടി, മിഡിൽ ഓവേഴ്സിൽ നിലം തൊട്ടിച്ചില്ല ആരെയും. അത് കഴിഞ്ഞ് പുറകെ വന്നത് ജിതേഷ് ശർമ്മ. ഒരു രക്ഷയിൽ 200 മേളിലാണ് ഇവരുടെ രണ്ടുപേരും സ്ട്രൈക്ക് റേറ്റിൽ. അവസാനമൊക്കെ വന്നപ്പോഴത്തെ 14, 15 ഓവറൊക്കെ കഴിഞ്ഞിട്ട് ആ അടിച്ച അടി ഉണ്ടല്ലോ, സമ്മതിച്ചു കൊടുത്തിട്ട് അവിടെ നിന്നാണ് ആ സ്കോർ അവിടെ എത്തിയത്. ബാറ്റിംഗ് ലൈനപ്പ് മിഡിൽ ഓവർ സ്ട്രോങ്. ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു ഇവരുടെ ഒരു മിഡിൽ ഓവർ ഇനിയും ടെസ്റ്റ് ചെയ്യപ്പെടാനുണ്ടെന്ന്. ഞാൻ ഇപ്പോൾ പറയുന്നത് സ്ട്രോങ്, ഒരു രക്ഷയില്ല. ജിതേഷ് ശർമ്മ ഒരു രക്ഷയില്ല, സൂപ്പർ ബാറ്റിംഗ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് മുമ്പോട്ടുള്ള ജേണിയിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്തായാലും നമുക്ക് ഈ മാച്ചിലെ പെർഫോമൻസുകൾ ഒന്ന് നോക്കാം. വിരാട് കോഹ്ലി 67 റൺ 42 ബോളിൽ, പട്ടീദർ 64 32 ബോളിൽ, ജിതേഷ് ശർമ്മ 40 19 ബോളിലാണ്, പടിക്കൽ 37 22 ബോളിൽ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് പടിക്കലിൻ്റെ. ഹർദിക് പാണ്ഡ്യ 42 15 ബോളിൽ, തിലക് വർമ്മ 56 29 ബോളിൽ. ഇത് രണ്ടുമാണ് മുംബൈയുടെ ബാറ്റിങ്ങിൽ. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈക്ക് എടുത്തു പറയാനൊന്നുമില്ല. വിഘ്നേഷിൻ്റെ ഒരു വിക്കറ്റ് എടുത്ത് ഓരോ ഓവർ. അതുപോലെ തന്നെ ബൂംറ അത്യാവശ്യം എക്കണോമിക്കലി യൂസ് ചെയ്ത് തിരിച്ചു വന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനൊന്നും പറയാൻ പറ്റില്ല. ഇനി ബാംഗ്ലൂരിൻ്റെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരേഷ് ശർമ്മ 32 റൺ, അതായത് 8 റൺ വെച്ച് കൊടുത്തുള്ള ഒരു ഓവർ. വളരെ ക്രൂഷ്യലാണ്. ലാസ്റ്റ് ഓവറിൽ മാത്രമേ അടി വാങ്ങിച്ചുള്ളൂ. ആദ്യത്തെ 3 ഓവറിൽ മിഡിൽ ഓവറാണ് അവിടെ അടി വാങ്ങിക്കാതെ പിടിച്ചെറിഞ്ഞ സുരേഷ് ശർമ്മ
ശർമ്മയ്ക്ക് 100 മാർക്ക് കൊടുക്കണം. കാരണം കഴിഞ്ഞ കളി കളിപ്പിച്ചില്ല, നമ്മൾ പറഞ്ഞിരുന്നു ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നറിനെ എന്തായാലും മിഡിൽ ഓവേഴ്സിൽ കളിപ്പിക്കണം എന്നുള്ളത്. സുരേഷ് ശർമ്മ ഇന്ന് കളിപ്പിച്ചു, അതിൻ്റെ റിസൾട്ട് കിട്ടി. സൂപ്പറായിട്ട് ബോൾ ചെയ്തു ആദ്യത്തെ 3 ഓവർ. ലാസ്റ്റ് ഓവർ ഒബിയസ്ലി അടികൊള്ളാം, അത് സ്വാഭാവികമാണ്. പക്ഷേ വേറെ ക്രൂഷ്യൽ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൃണാൽ പാണ്ഡ്യ ലാസ്റ്റ് ഓവർ എറിഞ്ഞത് പോരാ. ആ ലാസ്റ്റ് ഓവർ ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ എറിയാന്ന് പറഞ്ഞാൽ പ്രത്യേക മനക്കെട്ട് തന്നെ വേണം. പക്ഷേ ആ ലാസ്റ്റ് ഓവർ എറിഞ്ഞതിനെക്കാട്ടി കൂടുതൽ ഹർദിക് പാണ്ഡ്യന്ന് അടി കൊണ്ടൊരു ഓവർ ഉണ്ടായിരുന്നു. ആ ആദ്യത്തെ 2-3 ബോൾ അടി കൊണ്ടപ്പോൾ കൃണാൽ പാണ്ഡ്യ ഒന്ന് ഡിലേ ചെയ്തു, ഷൂലേസൊക്കെ കെട്ടി ഒരു ചെറിയ നമ്പർ ഇട്ട് ഒന്ന് ഡിലേ ചെയ്ത് ഒന്ന് ഇത് ചെയ്തിട്ട് ലാസ്റ്റ് 3 ഓവർ കഴിഞ്ഞപ്പോൾ ഒരു റൺ റേറ്റ് കുറഞ്ഞു. ഹർദിക് പാണ്ഡ്യക്ക് ആ ഒരു ഫ്ലോ പോയി. അങ്ങനെയൊക്കെ കാണിച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു കാര്യങ്ങൾ അവസാനം ആ ഒരു മാർജിനിലേക്ക് വരുമ്പോൾ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. അവിടെ അത് ചെയ്യാൻ കാണിക്കുന്ന ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്. 2-3 ബോൾ അടി കൊള്ളുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് ഡിലേ എന്തെങ്കിലും കാണിച്ചിട്ടൊന്ന് ഡിലേ ചെയ്തിട്ട് ബാറ്റ്സ്മാൻ്റെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് കട്ട് ചെയ്യുക എന്നുള്ളത്, അതിനും ഒരു പ്രത്യേക അഭിനന്ദനം കൃണാൽ പാണ്ഡ്യ കൊടുത്തേ പറ്റും. ഇനി ഫേസ് ബൈ ഫേസ് 2 ടീമിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ബാംഗ്ലൂർ 73 റണ്ണാണ് പവർ പ്ലേയിൽ അടിച്ചത്. അത് നമ്മൾ പ്രിവ്യൂലും പറഞ്ഞായിരുന്നു. പവർ പ്ലേ ആരാണ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ മുംബൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 54 റൺ അടിച്ചുള്ളൂ, 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ്. അവിടെ പവർ പ്ലേയിൽ ആ റണ്ണ് വന്നില്ല, അതുപോലെ തന്നെ 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇനി മിഡിൽ ഓവേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ 143 റൺ അടിച്ചു 14 ഓവറായപ്പോൾ. കറക്റ്റായിട്ട് ഒരു 10 റണ്ണ് മേളിൽ അടിച്ച് തന്നെ അവർ പോകുന്നുണ്ടായിരുന്നു. മുംബൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 138, 4 വിക്കറ്റ് നഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ 138 ആയത് 13-14 ഓവറിൽ ഹർദിക് പാണ്ഡ്യ വന്ന് അടിച്ചിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ 138 ആവത്തില്ല. അപ്പോൾ ആ ഒരു പെർഫോമൻസിൻ്റെ ഫലത്തിനാണ് 138 ആയത്. അപ്പോൾ ഇനി അവസാനം 221-5 എന്നുള്ള സ്കോറിലേക്ക് 20 ഓവർ ആയപ്പോഴത്തെ ബാംഗ്ലൂരിന് എത്താൻ പറ്റി. ഇവിടെ മുംബൈക്ക് 209 റൺ അടിക്കാനേ സാധിച്ചുള്ളൂ. അപ്പോൾ അതാണ് 2 ഇന്നിങ്സുകളുടെയും ഒരു ഫ്ലോ. ഇതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സൂര്യകുമാർ യാദവിൻ്റെയും വിൽ ജാക്സന്റെയും സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആ മിഡിൽ ഓവേഴ്സിൽ അവരെടുത്ത ടൈമാണ് 2 ടീമുകളും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം വന്നത്. അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഹർദിക് പാണ്ഡ്യയുടെ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ആണ്. പക്ഷേ അവിടെ സൂര്യകുമാർ യാദവും വിൽ ജാക്സും എടുത്തൊരു ടൈം ഉണ്ടല്ലോ, അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമായിരുന്നു. ആ 2 ബാറ്റ്സ്മാരുടെ സ്ട്രൈക്ക് റേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ 2 ടീമുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം വലുതാക്കിയത് ചേസിങ്ങിൽ വന്നപ്പോൾ. ആ ഒരു കാര്യം പറയുമ്പോഴത്തെ 2 ടീമിൻ്റെ ടോപ്പ് 4 പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ബാംഗ്ലൂരിൻ്റെ ടോപ്പ് 4 അടിച്ചടിച്ച് തന്നെ പോകുന്നൊരു ടോപ്പ് 4 ആണ്. ആ റൺ റേറ്റ് കുറയ്ക്കാതെ തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടീദർ ആയാൽ തന്നെ, അതുപോലെ തന്നെ ദേവദത്ത് പടിക്കൽ വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു. അപ്പോൾ എല്ലാവരും ആ ടോപ്പ് 4 എല്ലാവരും റൺ അടിച്ചുകൊണ്ടിരുന്നു. ഇനി മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ഓൾറെഡി ഫോം ഔട്ടാണ്, റിക്കിൾട്ടൺ മാത്രമേ ഉള്ളൂ ഫോമിലുള്ളത്. നമ്പർ 3 വരുന്നത് വിൽ ജാക്സ് ആണ്. അവിടെയാണ് അവർക്ക് പ്രശ്നം പറ്റുന്നത്. തിലക് വർമ്മ വരേണ്ട ഒരു പൊസിഷനാണ് നമ്പർ 3. അതും ഈ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യ കഴിഞ്ഞിട്ടാണ് തിലക് വർമ്മ വരുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പ് 4 സ്ട്രൈക്ക് റേറ്റ് വളരെ ക്രൂഷ്യലായി ഈ മാച്ചിൽ. അങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ രോഹിത് ശർമ്മയിലേക്ക് തന്നെ വരണം. രോഹിത് ശർമ്മ ഓപ്പണിംഗ് ഇറങ്ങി കുഴപ്പമില്ലാത്ത ഒരു അഗ്രസീവായിട്ടുള്ള സ്റ്റാർട്ട് കൊടുക്കുന്ന പോലെ തോന്നി. വീണ്ടും വീണ് പോവുകയാണ് രോഹിത് ശർമ്മ. എന്താ അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ബൗൾഡായിട്ട് ഔട്ടാവാണ്. ഇന്നിപ്പോൾ ഔട്ടായ ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്രോസ് ആണ് ബാറ്റ്. എക്രോസ് അടിച്ച് ഔട്ടാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ട്രോഫി അതുപോലെ കഴിഞ്ഞ T20 വേൾഡ് കപ്പ് ഒക്കെ കളിക്കാൻ പോയിട്ട് ഒരു പവർ പ്ലേയിൽ അഗ്രസീവായിട്ട് കളിക്കണം എന്നുള്ളൊരു ഇൻറ്റൻറ്റ് പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ട് അന്ന് തൊട്ട് പുള്ളി ബാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സ്ട്രൈറ്റ് ബാറ്റ് കളിക്കേണ്ട ഒരു ബോൾ പോലും പുള്ളിയുടെ ബാറ്റ് മലന്നുമാണ്. എക്രോസ് ആണ് പുള്ളി കളിക്കുന്നത്. ഇന്നത്തെ വിക്കറ്റും സിമിലർ ആയിട്ട് തന്നെയാണ് പോയത്. കുറച്ചും കൂടെ ഒക്കെ ഷോർട്ട് സെലക്ഷൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മയുടെ കേസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുംബൈയുടെ ബാറ്റിംഗ് ഓർഡറിൻ്റെ ഒരു താളം തെറ്റിക്കുന്നത് വിൽ ജാക്സ് ആണ്. വിൽ ജാക്സിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക, തിലക് വർമ്മയെ നമ്പർ 3 കൊണ്ടുവരിക, സൂര്യകുമാർ യാദവിനെ നമ്പർ 4 കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇനി ഫിനിഷർ റോളിലേക്ക് നമന്തീറും കഴിഞ്ഞിട്ട് ബെവോൺ ജേക്കബ്സിനെ കൊണ്ടുവരിക. അങ്ങനെ ഒരു കാര്യമാണ് മുംബൈ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഇവരുടെ ബാറ്റിംഗ് ഓർഡറിൻ്റെ ഒരു പ്രശ്നം അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ബാംഗ്ലൂരിൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. സുരേഷ് ശർമ്മയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹേസൽവുഡ് ആൻഡ് ഭുവനേശ്വർ കുമാർ ഇവർ 2 പേരും അത്യാവശ്യം അടി കിട്ടിയിട്ടും അവസാനത്തെ ആ ഓവേഴ്സിൽ കാണിച്ച ഒരു ടെമ്പറമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു തിരിച്ചു വരാനുള്ള അടി കിട്ടിയെങ്കിലും പ്രത്യേകിച്ച് ഹേസൽവുഡ് ആ 19ാമത്തെ ഓവർ എറിഞ്ഞത് വെരി ഗുഡ്. അതായത് അടി കിട്ടുക എന്നുള്ളത് വാങ്കഡെ പോലുള്ള പിച്ചിൽ സ്വാഭാവികമാണ്. പക്ഷേ അവിടുന്ന് തിരിച്ചു വരാനും ബ്ലോക്ക് ചെയ്യാനും മാച്ച് വിൻ ചെയ്യാനും സാധിക്കുന്നതാണ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ബോളേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ RCB ബോളിങ് ഇപ്രാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ഈ ഒരു മാച്ചോടുകൂടി മുംബൈ എന്തായാലും പോയിന്റ് ടേബിളിൻ്റെ അടിവാരത്തേക്ക് പോയി. ഇനിയൊരു തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള മാച്ചുകളിലെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്താൽ മുംബൈക്ക് അതൊരു പുതിയ കാര്യമല്ല, പണ്ട് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. അവർ തിരിച്ച് ഒരു പോയിന്റ് ടേബിളിൻ്റെ മുകളിലേക്ക് കയറി വരാൻ അവർക്ക് സാധിക്കട്ടെ. ഇനി RCB സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷം RCBയിൽ പ്രതീക്ഷിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഈ ടീമിൽ വീണ്ടും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. മിഡിൽ ഓർഡേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യും, അതുപോലെ തന്നെ ബോളേഴ്സ് ക്രൂഷ്യൽ സിറ്റുവേഷൻസ് പെർഫോം ചെയ്യും, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഇത്രയും വർഷമായിട്ട് നമ്മളുടെ അനുഭവങ്ങൾ അതായതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ടീം കാണിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ഇന്നത്തെ മാച്ച് കൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ആത്മവിശ്വാസം തന്നിരിക്കുകയാണ്. RCB ടീം ഈസ് വെരി ഗുഡ്, സ്ട്രോങ് ആണ്, കംപ്ലീറ്റ് ടീമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സീസൺ തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെ
ഇതൊക്കെയാണ് RCB vs മുംബൈ മാച്ചിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്നാണല്ലോ. RCB വാസ് ബ്രേവ്, രജത് പട്ടീദർ വാസ് ബ്രേവ്. അതുകൊണ്ട് തന്നെ RCB വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീണ്ടും മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.